വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾ ഓരോ സംസ്ഥാനത്തും കോൺഗ്രസിനെ ഉപേക്ഷിച്ചു പോകുമെന്നും അതുവഴി ഇനി ദേശീയതലത്തിൽ ഒരു മുന്നണി സംവിധാനം കോൺഗ്രസിന് പ്രായോഗികമല്ലെന്നും ബി.ജെ.പിയും സംഘപരിവാർ നേതാക്കളുമൊക്കെ വിധിയെഴുതുമ്പോൾ വാസ്തവത്തിൽ കോൺഗ്രസിന് പുതിയ ഓപ്പണിംഗാണ് പലയിടത്തും കിട്ടുന്നത്. തമിഴ്നാട്ടിൽ അവിചാരിതമായി കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പണിംഗാണ് ടി.വിക്ക്. അതായത് തമിഴക വെற்றிക്കഴകം കോൺഗ്രസിനോടുൾപ്പെടെയാണ് എതിർത്ത് 108 MLA-മാരെ വിജയിപ്പിച്ചെടുത്തത്. എന്നാൽ അവസാനം 2 പ്രധാന വകുപ്പ് ക്യാബിനറ്റ് സ്ഥാനങ്ങൾ കോൺഗ്രസിന് നീക്കിവെക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ഉന്നത വിദ്യാഭ്യാസവും ടൂറിസവും അതുപോലെ തന്നെയാണ് മറ്റ് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ. ടി.വിക്ക് കൃത്യമായി പറയുന്നു, കോൺഗ്രസ് രൂപീകരിക്കുന്ന യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസോ ഇന്ത്യ മുന്നണി സംവിധാനമോ ആയിക്കോട്ടെ, ഞങ്ങൾ അതിൽ പങ്കുചേരാമെന്ന്. അതായത് ലോക്സഭയിൽ സീറ്റ് ഷെയറിംഗ് കോൺഗ്രസുമായി പങ്കിടാൻ താല്പര്യമുണ്ട് എന്ന് വിജയ് ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK കോൺഗ്രസിനെ വഞ്ചകർ എന്ന് പറഞ്ഞ് അവരുമായി ഒരു സഹകരണവുമില്ല, ഇന്ത്യ മുന്നണിയിൽ ഇനി ഞങ്ങൾ ഒരു ചർച്ചയ്ക്കും പോകില്ല എന്ന് പറഞ്ഞ് സലാം പറഞ്ഞിരിക്കുന്നു. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നത് മാത്രമാണ് രാഹുൽ ഗാന്ധി ഈ നിമിഷം ആഗ്രഹിക്കുന്നത്. കാരണം സ്റ്റാലിന്റെ പാർട്ടിയെ കൊണ്ട് ഇനി കോൺഗ്രസിന് ഗുണമില്ല. സ്റ്റാലിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ ഭരണത്തിലിരുന്നപ്പോഴാണ് വലിയ അഴിമതി കേസുകൾ കോൺഗ്രസിന്റെ പിടലിക്ക് വന്നു വീണത്. 2G സ്പെക്ട്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതിന്റെ പിന്നിൽ ആരൊക്കെയായിരുന്നു എന്നുള്ളതും. അതുപോലെ തന്നെ മമത ഒഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ മമതയ്ക്ക് എങ്ങനെയെങ്കിലും കോൺഗ്രസ് സമയം കൊടുക്കണമെന്ന ആഗ്രഹവുമായി വന്നിരിക്കുകയാണ്. ആവശ്യമുണ്ടായിരുന്ന സമയത്തൊക്കെ തള്ളിപ്പറയുകയാണ് മമതയും അഭിഷേക് ബാനർജിയും ചെയ്തതെങ്കിൽ ഇപ്പോൾ സ്വന്തം ജീവന് ഭീഷണിയായി വരുന്ന സാഹചര്യത്തിൽ ഇരുവരും കോൺഗ്രസ് നേതാക്കളെ കാണാൻ അപ്പോയിൻമെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇതാണ് കാലഘട്ടത്തിന്റെ കാവ്യനീതി എന്ന് പറയേണ്ടി വരുന്നത്. കോൺഗ്രസ് നേതൃത്വം ഇന്ത്യ മുന്നണി സംവിധാനവുമായി ഇനി എത്ര നാൾ മുന്നോട്ട് പോകും? അതോ UPA എന്ന മുന്നണി സംവിധാനം രൂപീകരിക്കുമോ? മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ രാജ്യസഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിൽ ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇനി ഏറ്റവും പ്രാധാന്യം എന്നത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് കൊണ്ടുവരിക, അഥവാ NDAക്ക് കൃത്യമായി ബദൽ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മുന്നണി സംവിധാനം കൊണ്ടുവരിക. അതിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് രാഹുലിനെയോ പ്രിയങ്കയെയോ അവരോധിക്കുക. അതായിരിക്കും ഏറ്റവും ഉചിതമായി ഇനി കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനം.